If the numerator of a fraction is increased by 20% and its denominator is decreased by 10%, the fraction becomes 16/21, the original fraction. ഒക്കെ ഉണ്ട്. അത് ഒന്നി നമുക്ക് അങ്ങനെ നോക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇത്രയും മനസ്സിലായി. 2 നമ്പർ കിട്ടി. ഇനി വേണ്ട എന്താണ്? പെർസെന്റേജ് ലെസ് ആണ് വേണ്ടത്, അല്ലെ? ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് മിത്തു. ഞാനിന്ന് വന്നിരിക്കുന്നത് RRB ഗ്രൂപ്പ് ഡി എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. RRB ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നത് എല്ലാവരും അറിഞ്ഞല്ലോ. അപ്പൊ അത് എല്ലാവരും അപ്ലൈ ചെയ്ത് കാണുമല്ലോ. അപ്പം നിങ്ങളുടെ അതിന് വേണ്ടിയിട്ടുള്ള പഠിത്തം ഉടനെ തന്നെ ആരംഭിക്കുക. നല്ല രീതിയിൽ പഠിച്ചാൽ പെട്ടെന്ന് കിട്ടാവുന്ന ഒരു എക്സാം ആണ്. മാത്സ് ഒക്കെ കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ, നമുക്ക് മാത്സ് ഏരിയ കൂടുതൽ ഫോക്കസ് ചെയ്യണം. എന്നിരുന്നാലും ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. ഒരുവിധം നമുക്ക് പഠിച്ചാൽ കിട്ടാവുന്ന ഒരു എക്സാം ആണ് RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നമുക്കിന്ന് മാത്സിലെ ഒരു ഏരിയ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയെന്നൊക്കെ അറിയാം. ഓക്കെ, നിങ്ങൾ സിലബസ് ഡൗൺലോഡ് ചെയ്യുക, അതിനകത്തെ മാത്സിന്റെ ഒക്കെ ഏരിയ ഒന്ന് മനസ്സിലാക്കാം. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് പെർസെന്റേജ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസും അതിലെ ഒരു സ്റ്റാർട്ടിങ് കൺസെപ്റ്റുകളുമാണ്. എന്ന് വെച്ചാൽ ഈ പെർസെന്റേജ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. മാത്സ് ഉള്ള ഏതൊരു എക്സാം ആണെങ്കിലും പെർസെന്റേജ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. കാരണം അത് വെച്ചിട്ടാണ് നമ്മൾ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, RRB ഗ്രൂപ്പ് ഡിയുടെ സിലബസ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട്, അല്ലെ? അപ്പൊ ആ ഒരു ടോപ്പിക്ക് ചെയ്യണമെങ്കിലും നമുക്ക് പെർസെന്റേജിന്റെ ബേസിക്സ് വേണം. പിന്നെ പെർസെന്റേജ് പഠിക്കുന്നതോടെ പെർസെന്റേജ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. അതോടൊപ്പം തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് പെർസെന്റേജ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓക്കെ, അതേപോലെ അപ്പൊ ഞാൻ പറഞ്ഞു ഡേറ്റ ഇന്റർപ്രിട്ടേഷനിൽ ചെയ്യാൻ നമ്മളെ ഇത് സഹായിക്കും. പെർസെന്റേജിലെ ടോപ്പിക്കിന്റെ കീഴിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ഉണ്ട്, അതേപോലെ സിമ്പിൾ കോമൺ, ഇവിടെ ഒക്കെ പെർസെന്റേജ് വരുന്നുണ്ട്, അല്ലെ? അപ്പൊ പെർസെന്റേജ് പഠിച്ചിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള ടോപ്പിക്കുകളിലേക്കൊക്കെ കടക്കാൻ. ഓക്കെ, അപ്പൊ അതിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാം എക്സ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? x/100, അല്ലെ? എക്സ് പെർസെന്റേജ് x/100. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ 20% എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 20/100. 20% ഓഫ് x മീൻസ് 20/100 ഓഫ് x, അല്ലെ? എക്സിന്റെ 20% എന്നുള്ള രീതിയിൽ. ഇനി ഈ പെർസെന്റേജിനെ ഒരു ഫ്രാക്ഷൻ ആക്കി പഠിച്ചാൽ നമുക്ക് എളുപ്പമാണ്. അത് നമുക്ക് അറിയാവുന്ന. ഇപ്പൊ 50% എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നമ്പറിന്റെ 50% എന്ന് പറഞ്ഞാൽ അതിന്റെ ഹാഫ് ആണെന്ന് നമ്മൾ പറയും, അല്ലെ? അതേപോലെ ഫ്രാക്ഷൻ ആക്കി പഠിച്ചാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു 50%, അതെല്ലാവർക്കും അറിയാം. അതായത് 50/100, ആ ഹാഫ് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാ? 50/100, അല്ലെ? അതിനെ നമ്മൾ കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് 1/2 എന്ന് കിട്ടുന്നത്. ഒരു നമ്പറിന്റെ 50% കാണാൻ പറഞ്ഞാൽ ആ നമ്പറിന്റെ ഹാഫ് കണ്ടാൽ മതി, അല്ലെ? അപ്പൊ അതേപോലെ 20% എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 20/100, അല്ലെ? നമ്മൾ ഇതിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 1/5 എന്ന് വെച്ചാൽ 20% എന്ന് വെച്ചാൽ എന്താണ്? 1/5 ആണ്. ഒരു നമ്പറിന്റെ 20% കാണാൻ പറഞ്ഞാൽ അതിന്റെ 1/5 കണ്ടാൽ മതി, അല്ലെ? ക്ലിയർ ആണോ? ഇപ്പൊ 225ന്റെ 20% 225 ഡിവൈഡ് ബൈ 5 ചെയ്താൽ മതി. ക്ലിയർ ആണോ? അതേപോലെ 25% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25/100, ദാറ്റ് ഈസ് 1/4. 25% ദാറ്റ് ഈസ് 1/4. 75% എന്ത് വരും? 75/100. അതിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 3/4, അല്ലെ? 75% 3/4. ഇങ്ങനെ ഒന്ന് എഴുതി നോട്ട് ചെയ്ത് എടുത്ത് ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഓക്കെ, പല ക്വസ്റ്റ്യനും എളുപ്പത്തിൽ ചെയ്യാൻ നമ്മളെ ഈ ഒരു ഫ്രാക്ഷൻ ആയിട്ട് ആ ഒരു വാല്യൂ അറിയാമെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഞാൻ എങ്ങനെയാണെന്ന് പറയാം. അപ്പൊ ഇവിടൊക്കെ നമുക്ക് ജസ്റ്റ് ഫ്രാക്ഷൻ നമ്മൾ ഇങ്ങനെ അങ്ങ് ചെയ്തു, അല്ലെ? 25% 25/100 എന്ന് എഴുതിയിട്ട് കട്ട് ചെയ്താലും ഓക്കെയാണ്. ഇനി ചിലയിടത്ത് നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് വരും, 33 1/3%. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കൂടുതലായിട്ട് ചോദിക്കുന്ന കുറച്ച് പെർസെന്റേജുകളുണ്ട്. അത് നമ്മൾ അതിന്റെ ഫ്രാക്ഷൻസ് ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ കുറച്ചുകൂടെ എളുപ്പം. ഇനി അത് അറിയത്തില്ലെങ്കിൽ നമ്മൾ ഇതേപോലെ കണ്ടുപിടിച്ച് ചെയ്യാനാണെങ്കിൽ നമുക്ക് പറ്റും. ഓക്കെ, 33 1/3%, അതിന്റെ ഫ്രാക്ഷൻ എന്താ? ഒരു നമ്പറിന്റെ 33 1/3% കാണാൻ പറഞ്ഞാൽ അതിന്റെ ഫ്രാക്ഷൻ അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാം. അതിന്റെ ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ 1/3 ആണ്. അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. അപ്പൊ ഒരു നമ്പറിന്റെ 33 900ന്റെ 33 1/3% കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 1/3 ഓഫ് 900 300 ആയിരിക്കും ആൻസർ. ഓക്കെ, അപ്പൊ അത് നമുക്ക് അറിയണം. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇത് നമുക്ക് ഇനി ഓർമ്മയില്ലെങ്കിൽ ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്നു വെച്ചാൽ ആദ്യം എന്ത് ചെയ്യണം? മിക്സഡ് ഫ്രാക്ഷനെ മാറ്റുക. 33 × 3 99, 99 + 1 100, അല്ലെ? സോ ഈ മിക്സഡ് ഫ്രാക്ഷനെ നമുക്ക് എങ്ങനെ എഴുതാം? 100/3% എന്ന് എഴുതാം.
ഓക്കെ, ഞാൻ ഈ മിക്സഡ് ഫ്രാക്ഷനെ ഒന്ന് മാറ്റി, അത്രേ ഉള്ളൂ അല്ലെ. എ ബി ബൈ സി, ഈ ഒരു മിക്സഡ് ഫ്രാക്ഷനെ മാറ്റുന്നത് എങ്ങനെ? എ ഇൻറ്റു സി പ്ലസ് ബി ബൈ സി, ഇങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷനെ മാറ്റുന്നത് അല്ലെ. അതേപോലെ ഞാൻ എഴുതി 100/3%. ഓക്കെ, ഇനി ഈ പെർസെന്റേജിനെ മാറ്റി 100/3 ബൈ 100, അതായത് ഇൻറ്റു 1/100, അതല്ലേ ചെയ്യുന്നത്, ഇൻറ്റു 1/100 അല്ലെ. കട്ട് ചെയ്തപ്പോ എന്ത് വന്നു? 1/3. ക്ലിയർ ആണോ? അപ്പൊ 33 1/3% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/3 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്ത് പഠിച്ചാൽ മതി. 2-3 തവണ ഓരോ ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഇതേപോലെ ചെയ്ത് പഠിച്ചാൽ മതി. അങ്ങനെ കുറച്ച് ചെയ്യുമ്പോൾ നമ്മൾ അത് ഓർത്തിരുന്നോളും 1/3 എന്നുള്ളത്. ഓക്കെ, അതേപോലെ പറഞ്ഞപ്പോ 16 2/3%, ക്വസ്റ്റ്യനിലൊക്കെ കാണുന്ന ഒരു പെർസെന്റേജ് ആണ് 16 2/3%. ഓക്കെ, ചെയ്തേ. 16 into 3 48, 48 plus 2 50 അല്ലെ. സോ 50/3%. ഇനി അതിനെ പെർസെന്റേജ് മാറ്റാൻ എന്ത് ചെയ്യണം? 50/3 into 1/100 അല്ലെ. കട്ട് ചെയ്യുമ്പോ എത്ര വന്നു? 1/6. അപ്പൊ 16 2/3% എന്ന് വെച്ചാൽ 1/6 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുറച്ച് നമ്മൾ ചെയ്യുന്നത് വഴി ഇത് കുറച്ച് പഠിച്ചു വെച്ചേക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇതേപോലെ ചെയ്ത്, അതായത് ഞാൻ എവിടെയാണ് വരുന്നത് ഞാൻ പറയാം. ഇങ്ങനെ ഫ്രാക്ഷൻ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നത് എവിടാണെന്ന് ഞാൻ പറയാം. മിക്സഡ് ഫ്രാക്ഷൻ വരുമ്പോഴാണ് കൂടുതലും നമുക്ക് ഫ്രാക്ഷന്റെ ആവശ്യം വരുന്നത്. 20% എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതിയാൻ കണ്ടുപിടിക്കാം അല്ലെ. 20% എന്ന് വെച്ചാൽ 1/5. ക്ലിയർ അല്ലേ? അപ്പം അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നോക്കിയേ, ഒരു നമ്പർ എക്സ്, അതിനെ ഞാൻ 10% ഇൻക്രീസ് ചെയ്താൽ എന്റെ പുതിയ നമ്പർ എന്തായി മാറും? എന്താ അതിന്റെ അർത്ഥം? ഇഫ് എ നമ്പർ ഈസ് ഇൻക്രീസ്ഡ് ബൈ ഇറ്റ്സ് 10%, അല്ലെങ്കിൽ ഒരു നമ്പറിനെ അതിന്റെ 10% അതിന് വർധനവുണ്ടായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എക്സ് എന്ന് പറഞ്ഞ ഒരു നമ്പർ അല്ലെ, അതിന്റെ കൂടെ ആ എക്സിന്റെ 10% കൂടെ കൂട്ടുന്നു അല്ലെ. എക്സ് പ്ലസ് 10% ഓഫ് എക്സ്, ഇതല്ലേ അതിന്റെ അർത്ഥം. അതേപോലെ തന്നെ 10% കുറവ് വന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എക്സിന്റെ കൂടെ എക്സിന്റെ 10% എത്രയാണോ അത്രയും അതിൽ നിന്ന് കുറയ്ക്കുന്നു, അതല്ലേ അതിന്റെ മീനിങ്. ഓക്കെ, ഇനി ഈ എഴുതുന്നതിനെ ഡയറക്റ്റ് നമ്മൾ എന്താണ് പെട്ടെന്ന് നമുക്ക് ചെയ്യാനുള്ള രീതിയിൽ എഴുതണം. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഓക്കെ, ഈ ഒരു കാൽക്കുലേഷൻ ഞാൻ ഇതിനെ ഇങ്ങനെ ചെയ്യുക, 10/100 ഓഫ് എക്സ്. ഓക്കെ അല്ലേ. ഇനി ഞാൻ ഇത് LCM എടുക്കുന്നു. ഇവിടെ ബൈ 1 എന്നല്ലേ ഇതിന്റെ അർത്ഥം. LCM പോലെ അല്ലെങ്കിൽ ക്രോസ് ചെയ്തിട്ട് ചെയ്യുന്നു. 100x പ്ലസ് 10x by 100, that is 110x by 100 അല്ലെ. ഈ 110/100 എന്ന് പറഞ്ഞാൽ 110% അല്ലേ, 110% ഓഫ് എക്സ്. അതായത് ഈ എഴുതിയതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 110% ഓഫ് എക്സ്. അങ്ങനെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പഠിച്ചു വെച്ചേക്കാം. അതായത് എക്സ് എന്ന് പറഞ്ഞൊരു നമ്പർ, അതിനെ 10% വർധന ഉണ്ടായാൽ ആ പുതിയ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 110% ഓഫ് എക്സ് ആയിരിക്കും. ഇനി 10% കുറവ് വന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ പുതിയ നമ്പർ എന്തായിരിക്കും? 100-ൽ നിന്ന് ആ 10 കുറയ്ക്കും. ഇവിടെ ചെയ്ത് എന്താ? 100-ന്റെ കൂടെ ആ 10-ഉം കൂടെ കൂട്ടി 110% ഓഫ് എക്സ് അല്ലെ. ഇവിടെ 10% കുറയ്ക്കുമ്പോൾ അത് 90% ഓഫ് എക്സ്. ക്ലിയർ ആണോ? 25% ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ 100 + 25 125 അല്ലെ. 125% ഓഫ് എക്സ്. ഇവിടെ ഒരു 25% കുറച്ചു എന്ന് പറഞ്ഞാൽ 100-ൽ നിന്ന് 25 കുറയ്ക്കാം, 75 അല്ലെ. 75% ഓഫ് എക്സ്. ഇങ്ങനെ പറയാനൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഒരു നമ്പർ തന്നിട്ട് അതിനോട് 10% കൂട്ടാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ തന്നെ ചെയ്യണം എന്നൊന്നും ഇല്ല. അതായത് 10% കാണുക, അതിന്റെ കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, പക്ഷെ ചില കേസിൽ എക്സ് ആയിട്ട് വരുന്നിടത്തും അതേപോലെ വലിയ നമ്പറുകളൊക്കെ വരുന്ന സമയത്തും നമുക്ക് ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ കാൽക്കുലേഷൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. If the numerator of a fraction is increased by 20% and its denominator is decreased by 10%, the fraction becomes 16/21, the original fraction. Fraction എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ന്യൂമറേറ്ററും ഒരു ഡിനോമിനേറ്ററും അല്ലെ, x/y ഫോമിൽ എഴുതുന്നതാണ് ഒരു ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഫ്രാക്ഷൻ ഉണ്ടായിരുന്നു, ആ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിനെ 20% ഇൻക്രീസ് ചെയ്തു, ഡിനോമിനേറ്ററിനെ 10% ഡിക്രീസ് ചെയ്തു എങ്കിൽ പുതിയ ഫ്രാക്ഷൻ 16/21 ആണ് അല്ലെ. അപ്പൊ നമ്മൾ x/y ആണ് നമ്മുടെ ഫ്രാക്ഷൻ എന്ന് അസ്യൂം ചെയ്തു. ഓക്കെ, അതിന്റെ ന്യൂമറേറ്ററിന് എന്ത് പറ്റി? എക്സ് ആയിരുന്ന ന്യൂമറേറ്ററെ 20% ഇൻക്രീസ് ചെയ്തു. അപ്പൊ നമ്മൾ x + 20% ഓഫ് എക്സ് എന്ന് എഴുതി വലിയ കാൽക്കുലേഷൻ ആക്കുന്നതിലും നല്ലത് എന്താ? എക്സ് ആയിരുന്നു, 20% കൂടിയെങ്കിൽ പുതിയ ഫ്രാക്ഷൻ 120% ഓഫ് എക്സ്. ഓക്കെ, ഇനി ഡിനോമിനേറ്ററിന് എന്ത് പറ്റി?
ഡിക്രീസ്ഡ് ബൈ 10%. 10% ഡിക്രീസ്, കുറഞ്ഞു അല്ലെ, 10% കുറവ് സംഭവിച്ചു. അപ്പൊ എത്രയായി? 90% ഓഫ് y. ഇതാണ് പുതിയ ന്യൂമറേറ്ററും പുതിയ ഡിനോമിനേറ്ററും അല്ലെ. ആ കിട്ടിയ ഫ്രാക്ഷൻ എന്താന്നാ പറഞ്ഞേക്കുന്നത്? 16/21 ആണ്. ഇനി ഇത് സോൾവ് ചെയ്താൽ നമുക്ക് x/y കിട്ടത്തില്ലേ? നമുക്ക് വേണ്ടത് x/y ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഈ ഇക്വേഷനിൽ നിന്ന് x/y കണ്ടുപിടിച്ചാൽ പോരെ? ക്ലിയർ അല്ലേ? നോക്കിയേ, പെർസെന്റേജ് വെട്ടി, 0 വെട്ടി, then 3 വെച്ച് വെട്ടിയാൽ ഇവിടെ 4 ആയി, ഇവിടെ 3 ആയി. That is 4/3 into x/y will be equal to 16/21. ഇനി x/y അല്ലേ നമുക്ക് വേണ്ടത്? ഓക്കെ, ഈ 4/3 ഇപ്പുറത്ത് പോകുമ്പോൾ എന്താണ്? റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലെ. 16/21 into 3/4. ഓക്കെ, ഇവിടെ കട്ട് ചെയ്താൽ ഇത് 7 ആയി, ഇത് കട്ട് ചെയ്താൽ ഇവിടെ 4 ആയി. That is 4/7. അപ്പൊ നമ്മുടെ ഫ്രാക്ഷൻ എന്ത് വന്നു? 4/7. ഓപ്ഷൻ ഡി 4/7. ക്ലിയർ ആണോ? അടുത്ത പെർസെന്റേജിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു കൺസെപ്റ്റ്, ഞാൻ ഇപ്പൊ നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് പോലും നമുക്ക് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞ ഏരിയയിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അവിടെ ഇങ്ങനെ ഇതുപോലെ വർധനവുണ്ടായി, എന്താണ്, കുറഞ്ഞു എന്നൊക്കെ പറയും. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത് പറയാൻ പോകുന്ന കൺസെപ്റ്റ് നമുക്ക് പെർസെന്റേജിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ, ഡേറ്റ ഇന്റർപ്രിട്ടേഷനിലൊക്കെ ആവശ്യമുള്ളതാണ്. ഒന്ന് ശ്രദ്ധിച്ചേ. എ എന്ന് പറഞ്ഞൊരു നമ്പറിനെ ഞാൻ 80 എന്ന് പറയുന്നു, ബി എന്ന് പറഞ്ഞൊരു നമ്പറിനെ 90 എന്ന് പറയുന്നു. നോക്കിയേ, ബി എയേക്കാൾ എത്ര കൂടുതലാണ്? 10 കൂടുതലാണ് അല്ലെ, 10 കൂടുതലാണ്. അതേപോലെ എ ബിയേക്കാൾ എത്ര കുറവാണ്? 10 കുറവാണ്. എന്ന് വെച്ചാൽ എത്ര കുറവാണ് കൂടുതലാണെന്ന് ചോദിച്ചാൽ ഇവർ തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, ആ ഡിഫറൻസ് ആണ് പറയേണ്ടത്. ഇനി നമ്മൾ ചോദിക്കാൻ പോകുന്നത് പെർസെന്റേജ് മോർ ആണ്, എത്ര ശതമാനം കൂടുതലാണ്, എത്ര ശതമാനം കുറവാണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ചോദ്യം ഇതാണ്, ബി എയേക്കാൾ എത്ര ശതമാനം കൂടുതലാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. എത്ര കൂടുതലാണെന്ന് വെച്ചാൽ ആ ഡിഫറൻസ് ബൈ താഴെ എന്താണ്, എന്തിനെ വെച്ചാണോ കമ്പയർ ചെയ്യുന്നത് അതാണ് പറയേണ്ടത്. ഇവിടെ ചോദ്യം എങ്ങനെയാണ്? ബി ഈസ് ഹൗ മച്ച് പെർസെന്റ് മോർ ദാൻ എ, എയേക്കാൾ എത്ര കൂടുതലാണ്. അപ്പൊ ആ പറയുന്ന എ ആണ് താഴെ വരേണ്ടത്. ഓക്കെ, അത് ദാൻ വരുന്നത് നമുക്ക് നോക്കാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചേക്കാം, ഒരു എത്ര ശതമാനം കൂടുതലാണ് അല്ലെ, ഇൻക്രീസ് എന്ന് ചോദിച്ചാൽ ഒരു ചെറിയ സംഖ്യയെ നോക്കിയല്ല നമുക്ക് ചോദിക്കാൻ പറ്റൂ അതിനെക്കാട്ടിൽ എത്ര കൂടുതലാണെന്ന്. അപ്പൊ താഴെ വരുന്നത് ചെറിയ സംഖ്യ ആയിരിക്കും. ഓക്കെ, രണ്ടെണ്ണം. അപ്പൊ ഇനി ഇത് ക്വസ്റ്റ്യൻ നോക്കി ഏതാണ് അത് കമ്പയർ ചെയ്യുന്നൊന്നും നോക്കാൻ നിൽക്കണ്ട. പെർസെന്റേജ് മോറോ പെർസെന്റേജ് ലെസ്സോ നമ്മളോട് ചോദിച്ചാൽ രണ്ട് നമ്പർ ഉണ്ടായിരിക്കും, എന്നിട്ട് അത് പെർസെന്റേജ് മോർ അല്ലെങ്കിൽ പെർസെന്റേജ് ലെസ് ചോദിക്കും. ഓക്കെ, അപ്പൊ പെർസെന്റേജ് മോർ ചോദിച്ചാൽ ആ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക ബൈ താഴെ ഏത് കൊടുക്കണം? മോർ ആണ് ചോദിച്ചെങ്കിൽ താഴെ സ്മോളർ നമ്പർ തന്നെ കൊടുക്കുക. ക്ലിയർ ആണോ? സ്മോളർ ചെറിയ നമ്പർ കൊടുക്കുക ഇൻറ്റു 100. ഇവിടെ എന്താണ് എടുക്കേണ്ട? ഡിഫറൻസ്. ആ രണ്ട് നമ്പർ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. താഴെ പെർസെന്റേജ് മോർ ചോദിച്ചാൽ സ്മോളർ നമ്പർ കൊടുക്കുക. ഇനി ലെസ്സിന്റെ ചോദ്യം എങ്ങനെ ആയിരിക്കും? എ ഈസ് ഹൗ മച്ച് പെർസെന്റ് ലെസ് ദാൻ ബി, ബിയേക്കാൾ എത്ര കുറവാണ് അല്ലെ. ഇപ്പൊ പെർസെന്റേജ് ലെസ് ചോദിക്കുമ്പോൾ ഒരു വലിയ സംഖ്യയെ നോക്കിയാണ് അതിനെക്കാട്ടിൽ എത്ര കുറവ് ചോദിക്കത്തുള്ളൂ. അപ്പൊ ഇതിന്റെ താഴെ പെർസെന്റേജ് ലെസ് അല്ലെങ്കിൽ പെർസെന്റേജ് ഡിക്രീസിന്റെ ഇവിടെ എന്തായിരിക്കും? ലാർജർ നമ്പർ ആയിരിക്കും അല്ലെ. മേളിലെ ഡിഫറൻസ് തന്നെ, എത്ര വ്യത്യാസം എന്നല്ലേ ചോദിക്കുന്നത്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എത്ര കൂടുതൽ എത്ര കുറഞ്ഞാൽ അവർ തമ്മിലുള്ള വ്യത്യാസമാണ്. സോ ഡിഫറൻസ് ബൈ ലാർജർ നമ്പർ ഇൻറ്റു 100. ക്ലിയർ ആണോ? പെർസെന്റേജ് മോറും പെർസെന്റേജ് ലെസ്സും ഇത് മനസ്സിലാക്കി വെച്ചേക്കുക. ഇത് ഡി ഐയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെർസെന്റേജിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് വരുമ്പോ എന്താ? പെർസെന്റേജ് ഇൻക്രീസ് എന്ന് വെച്ചാൽ എന്താ? പ്രോഫിറ്റ് പെർസെന്റ്, പ്രോഫിറ്റിനിൽ കൂടുതലെന്നല്ലേ, ലോസിനിൽ കുറവെന്നല്ലേ. പ്രോഫിറ്റ് പെർസെന്റ് ഇത് എന്താണ്? ലോസ് പെർസെന്റ് ഇക്വേഷൻ ഇത്. ക്ലിയർ ആണോ? ഡിഫറൻസ് എടുക്കുന്നു. അവിടെ നമ്മൾ പറയത്തില്ലേ CP മൈനസ് SP, SP മൈനസ് CP, അതാണ് ആ ഡിഫറൻസ്. ഓക്കെ, അപ്പൊ അവിടെ പഠിക്കുമ്പോൾ ഇതേപോലെ പഠിച്ചാൽ വളരെ എളുപ്പം നമുക്ക് അതിന്റെ ഇക്വേഷൻസ് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇതും കൂടെ മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ നോക്കിയേ. By how much percent is 4/5 of 70 lesser than 5/7 of 112? രണ്ട് നമ്പേഴ്സ് ആണ് പറഞ്ഞേക്കുന്നത്. ഒന്ന് 4/5 of 70, അതാദ്യം നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഇവിടെ 5 വെച്ച് കട്ട് ചെയ്താൽ 1, then 20, 14 അല്ലെ, then 16, 56. ഒരു നമ്പർ നമുക്ക് 56 എന്ന് കിട്ടി. അടുത്തത് 5/7 of 112. ഓക്കെ, 7 വെച്ച് കട്ട് ചെയ്താൽ 1, 42, 16 into 5
80. ഓക്കെ, ഒരു നമ്പർ 56ഉം ഒരു നമ്പർ 86. ഇനി നമുക്ക് വേണ്ട എന്താ? പെർസെന്റേജ് ലെസ് അല്ലെ? പെർസെന്റേജ് ലെസ് ദാൻ ഒക്കെ ഉണ്ട്. അത് ഒന്നി നമുക്ക് അങ്ങനെ നോക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇത്രയും മനസ്സിലായി. രണ്ട് നമ്പർ കിട്ടി. ഇനി വേണ്ട എന്താണ്? പെർസെന്റേജ് ലെസ് ആണ് വേണ്ടത് അല്ലെ? എത്ര ശതമാനം കുറവാണ് എന്നാണ് വേണ്ടത്. ഓക്കെ, എന്ത് ചെയ്യണം? ഡിഫറൻസ് എടുക്കണം. 80 മൈനസ് 56 ബൈ താഴെ എന്താ കൊടുക്കുക? പെർസെന്റേജ് ലെസ് ആണെങ്കിൽ ലാർജർ നമ്പർ കൊടുക്കുക. ബൈ 80 ഇൻറ്റു 100. ഇത് സോൾവ് ചെയ്താൽ ആൻസർ കിട്ടത്തില്ലേ? ചെയ്ത് നോക്കിയേ. 80 മൈനസ് 56 4 24 ബൈ 80 ഇൻറ്റു 100. ഇവിടെ 0 വെച്ച് കട്ട് ചെയ്യാം. ഇവിടെ 3 ആയി. ദാറ്റ് ഈസ് 30%. 30% കുറവാണ് അല്ലെ? ഓപ്ഷൻ ബി. ക്ലിയർ ആണ്? അപ്പൊ പെർസെന്റേജ് ലെസ്സും പെർസെന്റേജ് മോറും വന്നാലും മറക്കരുത്. Two numbers are less than a third number by 30% and 37% respectively. The person by which the second number is less than the first number. Two numbers അല്ലെ? രണ്ട് നമ്പേഴ്സ് ഉണ്ട്. 1 2 3 നമ്പേഴ്സിനെ പറ്റി പറയുന്നു. ലെസ് ദാൻ എ തേർഡ് നമ്പർ ബൈ 30 and 37% റെസ്പെക്റ്റീവ്ലി. നമ്മളുടെ ഒരു കേസിൽ, നമ്മൾ പെർസെന്റേജിന്റെ കേസിൽ എപ്പോഴും എക്സ് എന്ന് അസ്യൂം ചെയ്യുന്നതിലും ഏറ്റവും നല്ലത് അസ്യൂം ചെയ്യാനുള്ള നമ്പർ 100 എന്ന് എടുക്കുന്നതായിരിക്കും. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ തേർഡ് നമ്പർ നമ്മൾ 100 എന്ന് അസ്യൂം ചെയ്താൽ ഫസ്റ്റ് നമ്പേഴ്സ് എന്താ? ഒന്ന് 30% ലെസ്. 100ന്റെ 30% എന്ന് പറയുമ്പോ എന്താ? 70% ഓഫ് 100 അല്ലെ? അതായത് 70. 100 എടുക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ആ 30 കുറച്ചിട്ട് അങ്ങ് പറഞ്ഞാൽ മതി അല്ലെ? 100 എടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. എക്സ് ആണെങ്കിൽ 70% ഓഫ് എക്സ് എന്ന് തന്നെ പറയണം. ഓക്കെ, അപ്പൊ ഇവിടെ 70 ആയി. ദെൻ അടുത്തത് 37%. അപ്പൊ 100 മൈനസ് 37 നോക്കുക, എത്ര വരും? 3 63 അല്ലെ? 63 ഇങ്ങനെ വരും. 63% ഓഫ് എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 100 ആയതുകൊണ്ട് എന്ത് വന്നു? 63. ഓക്കെ, അങ്ങനെ നമുക്ക് 3 നമ്പറും കിട്ടി. ഒന്ന് 100 ആണ്, ഒന്ന് 70 ആണ്, 63 ആണ്. ഇനി എന്താ നോക്കേണ്ടത്? ദ പേഴ്സൺ ബൈ വിച്ച് സെക്കൻഡ് നമ്പർ ലെസ് ദാൻ ദ ഫസ്റ്റ് നമ്പർ. അപ്പൊ ഇവര് തമ്മിൽ ഫസ്റ്റും സെക്കൻഡും തമ്മിലുള്ള പെർസെന്റേജ് ലെസ് ആണ് വേണ്ടത് അല്ലെ? പെർസെന്റേജ് ലെസ് എടുത്തേ. ഇവര് തമ്മിലുള്ള ഡിഫറൻസ് 7 ബൈ പെർസെന്റേജ് ലെസ് ആണ്. ലാർജർ നമ്പർ താഴെ എഴുതും. 70 ഇൻറ്റു 100. ക്ലിയർ ആണോ? സീറോസ് കട്ട് ചെയ്യാം. 10%. ഓക്കെ, 10% ആണ് ആൻസർ. ഓപ്ഷൻ എ. ക്ലിയർ ആണോ? അപ്പം ഇതേപോലെ പെർസെന്റേജ് വരുന്നിടത്ത് എക്സ് എന്ന് എടുക്കാതെ 100 എന്ന് എടുത്താൽ കുറച്ചും കൂടെ എളുപ്പം നമുക്ക്. അതായത് പെർസെന്റേജ് കാണുമ്പോൾ നമുക്ക് യഥാർത്ഥ നമ്പർ വേണ്ട. ഇവിടെ നിങ്ങൾ 100 എന്നോ 200 എന്നോ 300 എന്നോ എന്ത് എഴുതിയാലും നമുക്ക് ഒരേ ആൻസറേ വരത്തുള്ളൂ. കാരണം അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും 1 2 ഒക്കെ കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If A is 25% more than B, then B is how much percent less than A? A എന്ന് പറഞ്ഞ B യെക്കാട്ടിൽ 25% കൂടുതലാണ് എങ്കിൽ B is how much percent less than A എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇതൊന്ന് റെപ്രസെന്റ് ചെയ്തേ. എയും ബിയും. A is B യെക്കാട്ടിൽ കൂടുതലാണെന്നത്. അപ്പൊ B യുടെ വാല്യൂ ഞാൻ പറഞ്ഞില്ലേ, അസ്യൂം ചെയ്യാൻ പെർസെന്റേജിൽ 100 എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. B എന്ന് പറഞ്ഞത് 100 ആണെന്ന് എഴുതിയാൽ A എന്ന് പറഞ്ഞ എന്തായിരിക്കും? 25% മോർ എന്ന് പറയുമ്പോ എന്താ? എക്സ് ആണ്. എക്സ് ആണെങ്കിൽ നമ്മൾ പറയത്തില്ലേ 25% മോർ എന്ന് വെച്ചാൽ 125% ഓഫ് എക്സ്. അതേപോലെ ഇവിടെ 100 എഴുതിയാൽ 25% കൂടുതൽ എന്ന് പറഞ്ഞാൽ 125% ഓഫ് 100. അത് കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 125 കിട്ടും. അപ്പൊ ഇത് നമുക്ക് 100 എടുത്താൽ പെട്ടെന്ന് അതങ്ങ് എഴുതാം. 200 ആണെങ്കിൽ 125% ഓഫ് 200. അത് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ 100 എടുക്കുന്നത്. അപ്പൊ 100 എടുത്തു. A എന്ന് പറഞ്ഞപ്പോ എന്ത് വരും? 125. ക്ലിയർ ആണോ? അപ്പൊ രണ്ട് നമ്പേഴ്സും നമുക്ക് കിട്ടി. എയും ബിയും കിട്ടി അല്ലെ? അതിന്റെ റേഷ്യോ മതി. നമ്മളൊന്ന് കട്ട് ചെയ്ത് നോക്കിയേ. ഇവിടെ 25 വെച്ച് കട്ട് 2 തവണ 5 വെച്ച് കട്ട് ചെയ്ത് നോക്കിയേ നിങ്ങൾ. അപ്പൊ എന്ത് വരും? 5:4 എന്ന് വരും അല്ലെ? എയും ബിയുടെയും ജസ്റ്റ് റേഷ്യോ മതി. ഇനി ഒന്ന് നോക്കി, ഇവിടെ പറയുന്നത് ബി ഈസ് ഹൗ മച്ച് പെർസെന്റ് ലെസ് ദാൻ എ. ഇവ തമ്മിലുള്ള പെർസെന്റേജ് ലെസ് ആണ് കാണേണ്ടത് അല്ലെ? രണ്ടും തമ്മിലുള്ള പെർസെന്റേജ് ലെസ് കാണാൻ എന്ത് ചെയ്യണം? ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ലാർജർ നമ്പർ അത് 5 ആണ് ഇൻറ്റു 100. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് 20%. മനസ്സിലായോ? നിങ്ങൾ റേഷ്യോ എടുത്തില്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. എയും ബി എന്ന് പറഞ്ഞാൽ 125 100 ആണ് നമ്മുടെ നമ്പർ. ഇവര് തമ്മിലുള്ള പെർസെന്റേജ് ലെസ് ആണ് വേണ്ടത്. ഓക്കെ, അത് ഞാൻ ഇതൊന്ന് വേഗം എളുപ്പത്തിൽ പറയുന്നുള്ളതേ ഉള്ളൂ. ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാവും. ബി അതായത് 100 എന്ന് പറയുന്നത് 125-നെക്കാട്ടിൽ എത്ര കുറവാണ്. ഓക്കെ, അങ്ങനെ തന്നെയാണ് വരുന്നത്. അത്
കുറച്ചുകൂടെ ചെയ്യാൻ എളുപ്പത്തിന് ഞാൻ പറയുവാണ്, നിങ്ങൾ ആ പെർസെന്റേജ് ലെസ് ആണോ പെർസെന്റേജ് മോർ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. എന്താണ് ഇവര് തമ്മിലുള്ള ഡിഫറൻസ്? 25 ബൈ ലാർജർ നമ്പർ 125 into 100. ക്ലിയർ ആണോ? അപ്പം നമ്മൾ 100 എന്ന് അസ്യൂം ചെയ്തു. ഇനി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇവിടെ 25-ന് പകരം ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ് വന്നിരുന്നതെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ ഒരു 33 1/3% മോർ എന്നാണ് വന്നിരുന്നതെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു എളുപ്പമാർഗം കൂടെ ഞാനത് പറയാം. ഒന്ന് നോക്കിയേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ 25% തന്നെ എടുത്തു പറയുക. അതായത് നമ്മള് എയും ബി എന്ന് പറഞ്ഞ രണ്ട് നമ്പർ പറഞ്ഞു. ഇവിടെ നമ്മൾ 100 എന്ന് കൊടുത്തു, ഇതിനെ 125 എന്ന് എഴുതി അല്ലെ. 100 എന്ന് അത് നമ്മൾ 25 ആയിട്ട് നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റി. നിങ്ങൾ കട്ട് ചെയ്തപ്പോ റേഷ്യോ നമുക്ക് 5:4 എന്ന് കിട്ടി. ഈ റേഷ്യോ മതി നമുക്ക് ചെയ്യാൻ. അത് നമുക്ക് ഈ ഫ്രാക്ഷൻ ഇതിന്റെ പെർസെന്റേജിന്റെ ഫ്രാക്ഷനിൽ നിന്ന് കിട്ടും. എന്ന് വെച്ചാൽ 25% മോർ എന്നല്ലേ പറഞ്ഞേക്കുന്നത്. 25%ന്റെ ഫ്രാക്ഷൻ എന്താ? 25/100 1/4 ആണ് അല്ലെ. 1/4 ആണ്. അപ്പം നമ്മുടെ നമ്പറിനെ നമ്മൾ 100 എന്ന് അസ്യൂം ചെയ്യുന്നതിന് പകരം നമ്മുടെ ഒറിജിനൽ നമ്പർ ന്യൂ നമ്പർ എന്നുള്ള അർത്ഥമാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഡിനോമിനേറ്റർ എന്താണോ അതാണ് 100ന്റെ പകരം നമ്മളിവിടെ കൊടുക്കുന്നത് 4. ബി എന്ന് പറഞ്ഞ നമ്പർ 4 ആണെങ്കിൽ 25% ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ 4 പ്ലസ്, അതായത് ഡിനോമിനേറ്റർ പ്ലസ് ന്യൂമറേറ്റർ ചെയ്യുക, ദാറ്റ് ഈസ് 5. ക്ലിയർ ആണോ പറഞ്ഞത്? മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ 20% ഇൻക്രീസ് എന്നാണ് പറഞ്ഞെങ്കിൽ നമ്മൾ പറയും എയും ബിയും ആണെങ്കിൽ എന്താ, ബി 100 എന്ന് കൊടുത്തു, എ 20% ഇൻക്രീസ് ചെയ്തെന്ന് വെച്ചാൽ 120 അല്ലെ. ഇതിനെ കട്ട് ചെയ്താൽ നമുക്ക് എന്ത് വരും? 6:5 എന്ന് കിട്ടും. ഇത് ഇതിന്റെ ഫ്രാക്ഷനിൽ നിന്ന് കിട്ടും. 20% എന്ന് വെച്ചാൽ അത് 1/5 ആണ് അല്ലെ. അപ്പൊ എന്താ, ഡിനോമിനേറ്റർ ഇവിടെ കൊടുക്കുക 5, ഇൻക്രീസ് ആണ്. സോ 5 + 1 6. ക്ലിയർ അല്ലേ? ആ ഫ്രാക്ഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ റേഷ്യോ കിട്ടും. അപ്പൊ മിക്സഡ് ഫ്രാക്ഷൻ ആണ് വരുന്നതെങ്കിലോ 25%ന് പകരം 33 1/3% ഇൻക്രീസ് എന്നാണ് വരുന്നെങ്കിൽ നമുക്ക് ഈ ഫ്രാക്ഷൻ എങ്ങനെ കിട്ടും? 33 1/3%ന്റെ ഫ്രാക്ഷൻ 1/3 ആണ് അല്ലെ. അപ്പം എ ബിക്ക് നമ്മൾ എന്താണോ ഡിനോമിനേറ്റർ അത് കൊടുക്കുക, അതാണ് 3 അല്ലെ. ദെൻ ഇൻക്രീസ് ആണെങ്കിൽ 3 + 1 4 റേഷ്യോ കിട്ടി. ക്ലിയർ ആണോ? അപ്പൊ മിക്സഡ് ഫ്രാക്ഷൻ വന്നാൽ ഇതേപോലെ ചെയ്യുക. ഇനി ഇവിടെ ഡിക്രീസ് ആണെങ്കിലോ, ഡിക്രീസ് ആണെങ്കിൽ എ ബി ഡിനോമിനേറ്റർ 3 കൊടുക്കുന്നു, ഡിക്രീസ് ആണെങ്കിൽ 3 - 1 2:3 എന്ന് കിട്ടും. ഇവിടെ ഇപ്പൊ 20% ഡിക്രീസ് എന്നാണെങ്കിൽ ഡിനോമിനേറ്റർ കൊടുക്കുക 5:2, ഇവിടെ 5 - 1 4:5 എന്ന് കിട്ടും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. 80:100 ഇത് കട്ട് ചെയ്താൽ നമുക്ക് 4:5 അല്ലേ കിട്ടുന്നത്. അപ്പൊ അതേപോലെ ഓ മനസ്സിലാക്കുക. ഇങ്ങനെ വരുന്നിടത്ത് മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് വന്നാൽ ആ റേഷ്യോ എഴുതാൻ എന്ത് ചെയ്താൽ നമ്മൾ ആ ഫ്രാക്ഷനെ യൂസ് ചെയ്യുക. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. മിക്സഡ് ഫ്രാക്ഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ. If income of Ram is 12 1/2% more than Sham, then income of Sham is what percent less than Ram? നമുക്ക് പെർസെന്റേജ് ലെസ് ആണ് വേണ്ടത്. അതായത് ഷ്യാമും റാമും. ഇവിടെ ഷ്യാമിന്റെ സാലറി വെച്ചിട്ടാണ് റാം പറയുന്നത് അല്ലെ. ഷ്യാമിന്റെ സാലറി വെച്ചിട്ടാണ് റാമിന്റെ സാലറി പറയുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ഇവരെ രണ്ടുപേരുടെയും ജസ്റ്റ് റേഷ്യോ കിട്ടണം. അതിനെന്താ ചെയ്യേണ്ടത്? ഇവിടെ പറഞ്ഞേക്കുന്നത് 12 1/2% മോർ അല്ലെ, ഇൻക്രീസ്. ആദ്യം നിങ്ങൾ 12 1/2%ന്റെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക. ഓക്കെ. അതൊക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഫ്രാക്ഷൻ ആണ്, അത് പഠിച്ചു വെച്ചേക്കാം. ഇൻ കേസ് അത് അറിയത്തില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതിലൂടെ കണ്ടുപിടിക്കുക. എങ്ങനെയാ? 12 × 2 24, 24 + 1 25/2%. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 25/2 × 1/100 അല്ലെ. കട്ട് ചെയ്യുമ്പോൾ എന്ത് വന്നു? 1/8. അപ്പൊ 12 1/2%ന്റെ ഫ്രാക്ഷൻ ആണ് 1/8. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഷ്യാമിന്റെ സാലറി വെച്ചിട്ടല്ലേ പറയുന്നത്. അപ്പൊ ഷ്യാമാണ് ഒറിജിനൽ വാല്യൂ എന്ന് പറഞ്ഞത്. അപ്പൊ ഷ്യാമിന്റെ ആ ഡിനോമിനേറ്റർ കൊടുക്കുക 8. ഇനി റാമിന്റെ എന്താ? മോർ ആണോ ലെസ് ആണോ നോക്കുക. 12 1/2% മോർ, ദാറ്റ് മീൻസ് 8 + 1 9. ഇവിടെ എപ്പോഴും ന്യൂമറേറ്റർ 1 ആയിരിക്കണം എന്നില്ല കേട്ടോ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൂടെ ആഡ് ചെയ്ത് പറയുന്നു. ഇതാണ് ഇവരുടെ ഷ്യാമിന്റെയും റാമിന്റെയും സാലറിയുടെ റേഷ്യോ. ഇനി നമുക്ക് വേണ്ടത് പെർസെന്റേജ് ലെസ് ആണ്. അല്ലെങ്കിൽ ചോദ്യം ഇങ്ങനെയാണ്, ഷ്യാമിന്റെ സാലറി റാമിനേക്കാൾ എത്ര കുറവാണ് അല്ലെ. ഇങ്ങനെ ആലോചിച്ചാൽ മതി. പെർസെന്റേജ് ലെസ് ആണ് വേണ്ടത്. പെർസെന്റേജ് ലെസ് കാണാൻ എന്ത് ചെയ്യണം? ഡിഫറൻസ് എടുക്കുക,
ദെൻ എന്താ താഴെ കൊടുക്കേണ്ടത് ലാർജർ നമ്പർ. ഇതിലെ വലിയ സംഖ്യ ഏതാ 9. സോ 9 into 100 അല്ലെ, ദാറ്റ് ഈസ് 100/9. എന്തുവരും 100. ഇതിനെ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് മാറ്റാം. ഒന്നീ ഓപ്ഷനിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കാം. ഇവിടെ 9 10 വീണ്ടും 1 എന്തുവരും 11 1/9% അല്ലെ. ആൻസർ എഴുതുക, ദെൻ റിമൈൻഡർ ബൈ ഡിവൈസർ എഴുതുക. 11 1/9%. ക്ലിയർ ആണോ? അല്ലെങ്കിൽ ഓപ്ഷനിൽ നിന്ന് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരിക. ഇതിനെ ഏത് ചെയ്യുമ്പോഴാണ് 100/9 കിട്ടുന്നതെന്ന് നോക്കുക. ക്ലിയർ ആണോ? ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? അപ്പൊ എങ്ങനെയാണ് നമുക്ക് ആ ഫ്രാക്ഷൻ ഉപയോഗിച്ച് പെട്ടെന്ന് ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ നമ്മൾ ആ ഒരു കൺസെപ്റ്റ്, ആ 2 കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ 2 കൺസെപ്റ്റ് പെർസെന്റേജിലെ ക്വസ്റ്റ്യൻസിന് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പൊ ഇന്ന് പഠിപ്പിച്ച ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലൊരു സമയം നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഒരു സിലബസിലുള്ള എല്ലാ ടോപ്പിക്കുകളും മനസ്സിലാക്കി അത് നന്നായിട്ട് പഠിച്ച് മാക്സിമം ക്വസ്റ്റ്യൻസ്, മാത്സിന്റെ ഒക്കെ കേസിൽ എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നോ അതിനനുസരിച്ചിരിക്കും നമ്മൾ എക്സാം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, ഓരോ ടോപ്പിക്കും പഠിച്ച് ഇപ്പം തന്നെ നമ്മൾ ഇന്ന് പഠിച്ച ഒരു ടോപ്പിക്ക് അതിലെ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നത് കൂടിയാണ് ആ കൺസെപ്റ്റ് നന്നായിട്ട് ഉറയ്ക്കുന്നത് അല്ലെ. അപ്പൊ അതേപോലെ മോക്ക് ടെസ്റ്റുകളും ഹോംവർക്കും എല്ലാം നമുക്ക് ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.